ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഓണം സമൃദ്ധവും സുഭിക്ഷവുമാക്കുന്നതിനായി ആകാവുന്ന എല്ലാ ഇടപെടലുകളുമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇവിടെ പറഞ്ഞു, ഇന്നലെ സപ്ലൈകോയുടെ ഓണവിപണിക്ക് തുടക്കമായി. ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സഹകരണ വിപണിക്കും തുടക്കമാവുകയാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി മാർക്കറ്റുകൾ, ജില്ലാ മൊത്തവ്യാപാര സ്റ്റോറുകൾ, കാർഷിക വായ്പാ സംഘങ്ങൾ, SC/ST സംഘങ്ങൾ, ഫിഷർമെൻ സഹകരണ സംഘങ്ങൾ, ഇങ്ങനെ സഹകരണ സംഘങ്ങളിലൂടെ 1800 കേന്ദ്രങ്ങളിലാണ് 10 ദിവസക്കാലം സഹകരണ വിപണി പ്രവർത്തിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന പ്രധാനപ്പെട്ട ചില സഹകരണ സംഘങ്ങളുണ്ട്. അവയുടെ എല്ലാം ഉൽപ്പന്നങ്ങൾ ഈ വിപണിയിലെത്തിയിരിക്കുകയാണ്. അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പൊതുവിപണി ഇടപെടലിൻ്റെ ഭാഗമായി വലിയ ആശ്വാസം പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയും. നല്ല വിലക്കുറവ് ഇവിടെ അനുഭവപ്പെടും. പൊതുവിപണിയിൽ അരിയുടെ വില 40 രൂപയിലധികമാണ്. 47 രൂപ വരെ ഈടാക്കുന്നുണ്ട്. 33 രൂപക്ക് ഇവിടെ അരി ലഭിക്കും. അതേപോലെ തന്നെ ചെറുപയർ 90 രൂപക്ക്, വെളിച്ചെണ്ണ 349 രൂപക്ക്. അങ്ങനെ കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഈ സൗകര്യം നേരിട്ട് പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിപണിയിലൂടെ 300 കോടി രൂപയുടെ വിൽപ്പന നടക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം, ഓണക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള AIY കാർഡുകൾക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും 14 ഇനം ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെട്ട ഓണക്കിറ്റുകളാണ് സർക്കാർ നൽകുന്നത്. അതെല്ലാം ഓണത്തിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പിങ്ക് കാർഡിന് നിലവിലുള്ള അരിവിഹിതമുണ്ട്. അതിന് പുറമെ 5 കിലോഗ്രാം അരി, അതോടൊപ്പം നീലക്കാർഡിന് 10 കിലോഗ്രാം അരി കൂടുതൽ, വെള്ളക്കാർഡിന് 15 കിലോഗ്രാം അരി കൂടുതൽ. ഇതെല്ലാം ലഭ്യമാക്കുകയാണ്.
10 രൂപ 90 പൈസക്കാണ് അരി ലഭ്യമാക്കുന്നത്. മഞ്ഞക്കാർഡിന് 1 കിലോ പഞ്ചസാരയും എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ വിഹിതവും ലഭ്യമാക്കിയിട്ടുണ്ട്.